കുട്ടികൾക്ക് കണ്ണീരോടെ. കൈലാഷ് സത്യാർത്ഥിക്ക് നൊബേൽ സമ്മാനം കിട്ടിയത് പീഡനങ്ങൾക്ക് ഇരയായ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ മാനിച്ചാണ്. അന്ന് ആ വാർത്ത പത്രത്തിൽ വായിച്ചപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എന്താണ് ഇത്രമാത്രം ചെയ്യാനുള്ളത് എന്ന് ഞാൻ മനസ്സുകൊണ്ട് കരുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ മനസ്സിലാവുന്നു, കുട്ടികൾക്ക് വേണ്ടിയാണ് നമുക്കേറെ ചെയ്യാനുള്ളത്. കാരണം എല്ലാം ഏറ്റവും അധികം സഹിക്കുന്നത് അവരാണ്. കഴിഞ്ഞ ഒരു മാസത്തെ വാർത്തകൾ എടുത്തു നോക്കൂ. പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ, ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികൾ, കൊല ചെയ്യപ്പെടുന്ന കുട്ടികൾ. എത്രയെത്ര സംഭവങ്ങളാണ് നാം കണ്ടതും കേട്ടതും. എല്ലാം ഏതോ വിദൂര ദേശത്തെ കഥകളല്ല. ഇവയെല്ലാം സംഭവിച്ചത് നമ്മുടെ ചുറ്റുവട്ടത്തിലാണ്, നമ്മുടെ അയൽപ്പക്കങ്ങളിലും കണ്ണും കാതും എത്തുന്ന ദൂരത്തുമാണ്. 3 വയസ്സും 6ഉം 10 വയസ്സുമായ കുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ അവർ തകർന്നു പോകുന്നു. ചിലർ ആത്മഹത്യ ചെയ്യുന്നു. ഇതെന്തൊരു ലോകമാണ്! കുട്ടികൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ച കാര്യമാണ്. ആത്മഹത്യയ്ക്ക് പല പല കാരണങ്ങളാണ്. കുടുംബത്തിൽ മുതൽ സ്കൂളിലും കോളേജിലും വരെ നടക്കുന്ന പല കാര്യങ്ങൾ അവരെ ഒരു മുഴം കയറിലേക്കും അല്പം വിഷത്തിലേക്കും പുഴയുടെ ആഴങ്ങളിലേക്കും പോകാൻ പ്രേരിപ്പിക്കുന്നു. പൂർണ്ണമായും വിടരും മുമ്പേ അങ്ങനെ മരണത്തെ വരിച്ച എല്ലാ മുകുളങ്ങൾക്കും എൻ്റെ കണ്ണീർ പ്രണാമം. അതോടൊപ്പം എന്താണ് നമുക്കും നമ്മുടെ കുട്ടികൾക്കും പറ്റിയത് എന്ന ആലോചനയും എന്നിൽ ഉയരുന്നു. കുടുംബ പ്രശ്നങ്ങളും പഠന പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഇന്ന് തുടങ്ങിയവയല്ല. എല്ലാ കാലത്തും ഇവയെല്ലാം ഉണ്ടായിരുന്നു. പണ്ടും കുട്ടികൾ പരീക്ഷയിൽ തോറ്റിരുന്നു. അധ്യാപകർ കുട്ടികളെ അടിച്ചിരുന്നു. എന്നാൽ ആരും ആത്മഹത്യ ചെയ്തിരുന്നില്ല. അതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. അന്ന് വിദ്യാർത്ഥികൾ തോറ്റിരുന്നു. എന്നാൽ തോറ്റു എന്ന കാരണത്താൽ അവനെ അല്ലെങ്കിൽ അവളെ വീട്ടിൽ വച്ചോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വച്ചോ വാക്കുകൾ കൊണ്ടും ശാരീരികമായും പീഡനങ്ങൾക്കിരയാക്കിയിരുന്നില്ല. പ്രോഗ്രസ് കാർഡ് കൊണ്ടുവരുമ്പോൾ അത് അച്ഛനോ അമ്മയോ കാണുമ്പോൾ അല്പനേരത്തേക്കുള്ള മുറുമുറുപ്പ്, ഗുണദോഷിക്കൽ, അതിൽ കഴിഞ്ഞു എല്ലാം. പണ്ട് ചൂരലായിരുന്നെങ്കിൽ ഇന്ന് ഇടിമുറിയായി. പണ്ട് ഗുണദോഷിക്കലാണെങ്കിൽ ഇന്ന് എഴുതി തള്ളലായി. ഈ സമ്മർദ്ദങ്ങൾ സഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മുടെ ചുറ്റും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. കൂടാതെ അച്ഛനും സഹോദരനും അമ്മാവനും മുത്തച്ഛൻ പോലും അവരെ പലതരത്തിൽ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം അവർ ഉപദേശിക്കപ്പെടുവാൻ പോലും അർഹതകളില്ലാത്തവരാണ്. എത്രയും വേഗത്തിൽ കഠിനമായ ശിക്ഷ അവർക്ക് നൽകുക എന്നത് മാത്രമാണ് പ്രതിവിധി. എന്നാൽ എല്ലാ കുട്ടികളോടും യുവാക്കന്മാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ: മരണം ഒന്നിനും പരിഹാരമല്ല. പഠനത്തിൻ്റെ കാര്യത്തിലും ജീവിതത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. അവയെ ചെറുത്ത് മുന്നേറുക എന്നതാണ് പ്രതിവിധി. നിങ്ങളെ പീഡിപ്പിച്ചവരെ നിങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുക. അല്ലെങ്കിൽ അവർ എന്നും നമുക്കിടയിൽ മാന്യരായി ശിക്ഷ പോലും ലഭിക്കാതെ ജീവിക്കും. നിങ്ങളുടെ തോൽവിയിൽ പതറാതിരിക്കുക. മനുഷ്യൻ്റെ വിജയങ്ങളുടെ ചരിത്രങ്ങളിൽ തോൽവി കൂടി അടങ്ങിയിരിക്കുന്നു. കുട്ടികൾ മാത്രമല്ല, പരീക്ഷയിൽ തോറ്റതിനും പ്രതീക്ഷിച്ച മാതാപിതാക്കൾ പ്രതീക്ഷിച്ചത് എന്നാണ് ഇവിടെ ഇതിനർത്ഥം. വിജയം നേടാത്തതിനും കുട്ടികളെ പീഡിപ്പിക്കുന്ന മാതാപിതാക്കളും അധ്യാപകരും ഇതോർത്താൽ നന്ന്. മുമ്പ് നമ്മുടെ പാഠ്യപദ്ധതിയിലും ജീവിത സംസ്കാരത്തിലും വലിയ ജീവിതങ്ങളെയും അവർ തരണം ചെയ്ത വലിയ വെല്ലുവിളികളെയും ഉന്നതമായ മൂല്യങ്ങളെയും ജീവിതം എന്ന വരദാനത്തെയും കുറിച്ചുള്ള പാഠങ്ങളുണ്ടായിരുന്നു. കുട്ടികളുടെ മനസ്സിനെയും ബുദ്ധിയെയും നാം അത്തരം പ്രകാശങ്ങളിലേക്ക് തിരിച്ചു വച്ചിരുന്നു. അത് അവർക്ക് നൽകുന്ന ധൈര്യം ചെറുതായിരുന്നില്ല എന്നിപ്പോൾ മനസ്സിലാവുന്നു. മരണത്തേക്കാൾ ജീവിതത്തിലേക്ക് മുന്നേറി നടക്കാനാണ് അവ പ്രേരിപ്പിച്ചിരുന്നത്. ആ സംസ്കാരം തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. അബ്രഹാം ലിങ്കനും വിവേകാനന്ദനും APJ അബ്ദുൽ കലാമും ടെൻസിംഗ് നോർഗയും നെൽസൺ മണ്ടേലയും എല്ലാം നമുക്ക് ജീവിതത്തെ നേരിടാനുള്ള പ്രേരണകളായിരുന്നു. എപ്പോഴും അവയിലേക്ക് തിരിച്ചു നടക്കാൻ സമയമായി. ഇതെല്ലാം ബോധമുറച്ചവരുടെ കാര്യമാണ്. താൻ പീഡിപ്പിക്കപ്പെടുന്ന വിവരം പുറം ലോകത്തോട് പറയാൻ പോലുമാവാതെ ഉള്ളം നീറിക്കഴിയുന്ന കൊച്ചുകുട്ടികളുടെ മുഖം എൻ്റെ ഉള്ളിൽ നിറയുന്നുണ്ട്. അവരെ ആരാണ് രക്ഷിക്കുക? അവർക്കാരാണ് വെളിച്ചവും സ്വാന്തനവുമാവുക? ഞാൻ എന്നോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ ഉത്തരം ലഭിക്കുന്നില്ല. സ്നേഹപൂർവ്വം, മോഹൻലാൽ.